ഞാനത് പറഞ്ഞു തന്നെ തുടങ്ങാനാണ് ഉദ്ദേശിച്ചത്. കാരണം കരിയിൽ പിതാവ് ബിഷപ്പ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും പലവട്ടം പല ചർച്ചകളിൽ, ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ കരിയിൽ പിതാവിനെ ഞാൻ കണ്ടിരുന്നെങ്കിലും ഒരിക്കൽ പോലും ഞാൻ കരിയിൽ പിതാവിനെ വ്യക്തിപരമായി കണ്ടിരുന്നില്ല, പേഴ്സണലായി കണ്ടിരുന്നില്ല. കരിയിൽ പിതാവ് രാജിവെച്ച് പുറത്തു പോകുന്ന ദിവസം, അന്ന് രാത്രി ഞാൻ വളരെ പെട്ടെന്ന് നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ കരിയിൽ പിതാവിൻ്റെ ഒരു മിസ്ഡ് കോൾ കാണുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഇതുവരെ കരിയിൽ പിതാവിനെ അങ്ങനെ തിരിച്ചങ്ങോട്ട് വിളിക്കുകയോ കരിയിൽ പിതാവ് എന്നെ വിളിക്കുകയോ ചെയ്തിട്ടില്ല. കരിയിൽ പിതാവിൻ്റെ ഒരു മിസ്ഡ് കോൾ കാണുകയാണ്. ഞാൻ കരിയിൽ പിതാവിനെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ കരിയിൽ പിതാവ് എന്നോട് ചോദിച്ചു, ഷൈജു അറിഞ്ഞില്ലേ ഞാൻ പോവുകയാണ്? ഞാൻ പറഞ്ഞു, പിതാവെ അറിഞ്ഞു. എപ്പോഴാണ് പോണേ? പിതാവ് പറഞ്ഞു, നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, രാവിലെ വന്നാൽ കാണാൻ പറ്റും പിതാവെ? ഇല്ല, രാവിലെ തിരക്കായിരിക്കും, ഒരു 8:30 മണിയാകുമ്പോൾ പോകും. ഞാൻ പിന്നെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ പിതാവ് എന്നോട് ചോദിച്ചു, ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ ചാലക്കുടിയിൽ CMIയുടെ ഒരു ഹൗസുണ്ട്, അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോകുന്ന വഴിയിൽ ഏകദേശം ഒരു 6-7 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ ഹൗസിൻ്റെ ബോർഡ് കാണാം, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഫ്രീ ആണെങ്കിൽ എപ്പോഴെങ്കിലും അതിലൊന്ന് വരണം. പ്രിയമുള്ളവരെ, അത്ഭുതപ്പെട്ടു പോയി. അതുവരെ പിതാവിനോട് അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല. പിറ്റേ ആഴ്ചയിൽ തന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിതാവിനെ വിളിച്ചു. പിതാവ്, ഞാൻ അതിലെ വരികയാണ്, പിതാവിനെ ഒന്ന് കാണാനാണ്. പിതാവ് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആ മനുഷ്യൻ അന്ന് എന്തുകൊണ്ട് അദ്ദേഹം രാജി സമർപ്പിച്ചു, അല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹം കൊടുത്ത കത്ത് രാജിയായി മാറി എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, അപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ യഥാർത്ഥത്തിൽ രാജിവെച്ചിട്ടില്ല എന്നാണ്. കാരണം അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയാണ്? കാർഡിനൽ സാൻഡ്രിയാണ് വന്ന് ചോദിക്കുന്നത്. അല്ല, കാർഡിനൽ സാൻഡ്രി അല്ല, നൻഷ്യോ ആണ് വന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചത്, മാർപ്പാപ്പ അങ്ങയോട് രാജി ആവശ്യപ്പെട്ടാൽ അങ്ങ് രാജിവെക്കാൻ തയ്യാറാണോ എന്നാണ് ചോദിച്ചത്. അപ്പം അദ്ദേഹം പറഞ്ഞു, തയ്യാറാണ്. മാർപ്പാപ്പ എന്നോട് രാജി ചോദിച്ചാൽ ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. അത് കഴിഞ്ഞ് വേറെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അവസാനം ചോദിക്കുകയാണ്, അങ്ങയുടെ ഈ സ്റ്റേറ്റ്മെന്റ് മാർപ്പാപ്പ രാജിക്കത്തായി പരിഗണിച്ചാൽ അങ്ങ് അത് സ്വീകരിക്കുമോ? രാജിവെച്ചിട്ടില്ല, ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം അങ്ങനെ ചോദിക്കാം. ഹി സെഡ് യെസ്. അങ്ങനെയാണ് രാജി ഉണ്ടായത് പോയി. ഞാൻ പറഞ്ഞത്, അതിനുശേഷം ഈ മനുഷ്യൻ വേറെ യാതൊന്നും ചെയ്തില്ല. ചുമ്മാ ആ മുറിക്കകത്ത്, തൻ്റെ മുറിക്കകത്ത് ഒരു ദുർബലനായ മനുഷ്യൻ ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചു കണ്ടു. ആ പ്രാർത്ഥിച്ചതിൻ്റെ അനന്തര ഫലം എന്താണെന്നറിയാം? അദ്ദേഹത്തെ കുടുക്കിലാക്കി പുറത്താക്കാൻ ശ്രമിച്ച കർദിനാൾ ആലഞ്ചേരിയെ ലോകത്തൊരിടത്തും കാണാത്ത തരത്തിൽ എയർപോർട്ടിലേക്ക് വിളിച്ചു വരുത്തി പരസ്യമായി രാജി എഴുതി മേടിച്ച് പുറത്താക്കി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ മനുഷ്യൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു സമരവും ചെയ്തില്ല, ഒരാളെയും വെല്ലുവിളിച്ചില്ല, അവിടെ ഒറ്റയ്ക്ക് അങ്ങനെ ഇരുന്നേ ഉള്ളൂ. പരസ്യമായി രാജി എഴുതി മേടിച്ച് കർദിനാൾ ആലഞ്ചേരിയെ പുറത്താക്കി. അതിനുശേഷം കർദിനാൾ ആലഞ്ചേരിയെ പുറത്താക്കിയതിനു ശേഷം കർദിനാൾ ആലഞ്ചേരി തിരിച്ച് മൗണ്ട് സെന്റ് തോമസിലേക്ക് നടന്നു വരുമ്പോൾ കർദിനാൾ ആലഞ്ചേരി ആൻഡ്രൂസ് താഴത്ത് മെത്രാനെ വിളിക്കുന്നുണ്ട്. ആൻഡ്രൂസ് താഴത്ത് മെത്രാനെ വിളിച്ചിട്ട് പറഞ്ഞു, താഴത്തെ ഇതെന്താണോ സംഭവം? അടുത്ത ആഴ്ച സിനഡ് കൂടുകയാണ്, ആ സിനഡിനകത്ത് ഞാൻ രാജിവെച്ചോളാമെന്ന് പറഞ്ഞിട്ട് പോലും നൻഷോ സമ്മതിച്ചില്ലടൂ, എന്റെ രാജി എഴുതി മേടിച്ചു.
താഴത്ത് തിരിച്ച് കർദിനാൾ ആലഞ്ചേരിയോട് പറഞ്ഞു, പിതാവ് പേടിക്കണ്ട, എൻ്റെ മെയിലിലും എന്നെ പുറത്താക്കിക്കൊണ്ടൊരു കത്ത് വന്നിട്ടുണ്ട്. അതാ. അപ്പോ സത്യസന്ധതയോടെ നീതിയോടെ പ്രവർത്തിച്ചാൽ ആ നീതി വിജയിക്കും എന്നതിൻ്റെ തെളിവാണ്. ഞാനിത് പറയാൻ കാരണം, ഈ മണ്ണിൽ വന്നു നിന്ന് പറയുമ്പോൾ കരിയിൽ പിതാവിനെ ഓർക്കാതെ തിരിച്ചു പോകാനാകില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഏതാനും ദിവസമുണ്ട് ബാബു ജോസഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാബു ജോസഫ് ഒരു ദിവസം രാവിലെ വിളിക്കുകയാണ്, പ്രസാദഗിരി പള്ളിയിൽ നിന്നാണ്. രാവിലെ വിളിക്കുകയാണ്. വിളിച്ച സമയത്ത് എനിക്ക് എടുക്കാനായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ബാബു ജോസഫ് പറഞ്ഞു, ഷൈച്ചേട്ടാ, ഇവിടെ വലിയ പ്രശ്നമാണ്. കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന തോട്ടുപുറച്ചനെ ഞാൻ തള്ളി മാറ്റിയിട്ടു, ഞാൻ സങ്കീർത്തി കൊണ്ടിരുത്തി. ഇവിടെ ആകെ പ്രശ്നം, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു. എന്താ പ്രശ്നം അറിയില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് അവിടെ വലിയ കോലാഹലമായിരുന്നു, പ്രശ്നമായിരുന്നു എന്നൊക്കെ. അത് കഴിഞ്ഞ് വിശദമായി ബാബുവിനോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്, വളരെ ആസൂത്രിതമായ ഒരാക്രമണം അവിടെ ഉണ്ടായി. ഈ ജെറിൻ പാലത്തിങ്കൽ എന്ന് പറയുന്ന വൈദികൻ ആ പള്ളി ചെറിയൊരു പള്ളിയാണ്. ആ പള്ളിയുടെ പള്ളിമേടയിൽ ഇരിക്കുമ്പോൾ ഒരു കാറിനകത്ത് കുറച്ച് ആളുകൾ വരുന്നത് കണ്ടു. അപ്പോൾ ഒരു കാറിൽ നിന്ന് 3-4 പേര് ഇറങ്ങി. അത് ഇറങ്ങുന്ന കണ്ടപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും എന്ന് വിചാരിച്ച് അച്ഛൻ അവിടെ നോക്കി നിന്നപ്പോൾ പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു 5-8 കാറിന് ആൾക്കാർ വരും. ആൾക്കാർ വരുമ്പോൾ ആ ആൾക്കാരുടെ ഇടയിൽ നിന്ന് തോട്ടുപുറച്ചൻ ഇറങ്ങി വരുന്നു. അപ്പൊ ജെറിനച്ചൻ തോട്ടുപുറച്ചന്റെ അടുക്കൽ എന്തിനാ വന്നതെന്ന് ചോദിക്കാൻ പോയതാണ്. അവർ നേരെ പള്ളിയിലേക്ക് കയറി. ജെറിനച്ചൻ തോട്ടുപുറ അച്ഛനോട് ചോദിച്ചു, അച്ഛ എന്തിനാണ് അച്ഛ വന്നത്? അച്ഛൻ പറഞ്ഞു, ഞാൻ കുർബാന ചെല്ലാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, അച്ഛൻ പറഞ്ഞത് ഞാൻ കുർബാന ചെല്ലാൻ പോവുകയാണെന്നാണ്. ജെറിനച്ചൻ പറഞ്ഞു, അങ്ങനെ അല്ലല്ലോ, നമ്മൾ മുനിഞ്ഞാണ് 3 ദിവസം മുമ്പ് നമ്മൾ DYSPയുടെ ഓഫീസിലിരുന്ന് പരസ്പരം സംസാരിച്ച് സെറ്റിൽ ചെയ്തതല്ലേ? ഫെബ്രുവരി മാസം 15-ാം തീയതി വരെ തൽസ്ഥിതി തുടരാമെന്ന് സമ്മതിച്ചതല്ലേ? അതൊന്നും എനിക്ക് പറ്റില്ല, ഞാനിപ്പോ കുർബാന ചെല്ലും. ജെറിനച്ചൻ പറഞ്ഞു, അച്ഛാ അത് ചെയ്യരുത്, അത് ഇവിടുത്തെ സിവിൽ നിയമങ്ങൾക്കെതിരാണ്, അത് കോടതി പറഞ്ഞ ഉത്തരവിനെതിരാണ്, അച്ഛനത് ചെയ്യരുത്. പ്രിയമുള്ളവരെ, ജെറിനച്ചൻ അച്ഛനത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അച്ഛനോടൊപ്പം വന്ന ആളുകൾ ജെറിനച്ചന്റെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ചു, കുരുമുളക് പൊടി വിതറി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കുരുമുളക് പൊടി കൊണ്ട് ജെറിനച്ചൻ അവിടെ താഴെ വീണു. ഇനി ഈ കൽതായ കുർബാന ചെല്ലുമ്പോൾ കാറാപ്പിന് പകരം ഇനിയുള്ളവരൊക്കെ പെപ്പർ സ്പ്രേ കൊണ്ടാണോ പോണേന്ന് നമുക്കറിയാൻ തരാം. പെപ്പർ സ്പ്രേ അടിച്ച് ജെറിനച്ചനെ അവിടെ താഴെ വീണു. പള്ളിയുടെ എല്ലാ വാതിലുകളും ജനലുകളും കുറ്റിയിട്ടു. എല്ലാ വാതിലുകളും ജനലുകളും കുറ്റിയിട്ടതിന് ശേഷം ഇദ്ദേഹം കുർബാന ചെല്ലാൻ വേണ്ടി കുർബാന കുപ്പായം എടുത്തു. ജെറിനച്ചൻ അവിടെ വീണ് കിടക്കുകയാണ്. ആ മനുഷ്യൻ എന്തു പറ്റിയെന്ന് ഒരു സഹോദര വൈദികൻ അന്വേഷിച്ചിരുന്നു. ജെറിനച്ചൻ ഒരല്പം ബോധം വീണ് എഴുന്നേറ്റപ്പോൾ ഇദ്ദേഹം കുർബാന ചെല്ലാൻ നിൽക്കുക. ജെറിനച്ചൻ പുറത്തേക്ക് വരാൻ നോക്കുമ്പോൾ വാതിലുകൾ പൂട്ടിയിട്ടുണ്ട്. പിന്നീടുള്ളതൊക്കെ CCTVയിൽ നിങ്ങൾ കണ്ടു കാണും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ജെറിനച്ചനെ വളഞ്ഞു പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുക, അവിടെ ഒരു മനുഷ്യനെ 5-6 പേര് കൂടി ചേർന്ന് വളഞ്ഞു പിടിച്ച് ഞെരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് കുർബാന ചെല്ലുക. ജോൺ തോട്ടുപുറം എന്ന് പറയുന്ന അച്ഛൻ 19 വയസ്സായ അച്ഛനാണ്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് കുർബാന ചെല്ലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ബാബു ജോസഫ് അടക്കമുള്ളവർ ജെറിനച്ചനെ കാണാൻ വേണ്ടി വന്നപ്പോൾ പള്ളിക്ക് ചുറ്റുമുള്ള സകല വാതിലുകളിലും ഓടി നടക്കുന്ന വിശ്വസുണ്ട്. വാതിലെല്ലാം പൂട്ടിയിരിക്കുക. അവസാനം തുറന്നു കിട്ടിയത് പുറകിലെ സങ്കീർത്തിയാണ്. സങ്കീർത്തി തുറന്നു കിട്ടി അകത്തേക്ക് വരുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് കുർബാന ചെല്ലുക. അപ്പോ വേറെ കുറെ ആളുകൾ തന്റെ വികാരിയെ മർദ്ദിക്കുന്നു. ആ വികാരിക്ക് ജീവാപായം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ബാബു ജോസഫ് എന്ന ധീരനായ മനുഷ്യരും അതിന്റെ കൂടെ ഉണ്ടായിരുന്നവരും ചേർന്ന് അച്ഛനിപ്പോ കുർബാന നിർത്തണമെന്ന് പറഞ്ഞ് അച്ഛനെ സങ്കീർത്തിയിൽ കൊണ്ട് ഇരുത്തുകയാണ്. ഞാനിത് പറയുന്ന വെറുതെ പറയുന്നതല്ല. തലയോലപ്പുറം ആശുപത്രിയിൽ അന്വേഷിച്ചു. ആശുപത്രിയിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ആശുപത്രിയിലെ ഡോക്ടറുടെ അടുക്കൽ തോട്ടുപുറം അച്ഛൻ ചെന്നിരിക്കുകയാണ്. കൂടെ അച്ഛന്റെ കൂടെയുള്ള 10-15 ഗുണ്ടകളുണ്ട്.
അവരുടെ അടുക്കൽ, ഡോക്ടറുടെ അടുക്കൽ ചെന്നിരിക്കുകയാണ്. എന്നിട്ട് അച്ഛനല്ല വിവരം പറയണത്, കൂടെ ഉള്ളവർ പറയാണ് അച്ഛനെ തല്ലി, അച്ഛനെ മർദ്ദിച്ചു, അച്ഛന്റെ വയറ്റത്തിടിച്ചു, അച്ഛനാകെ വയ്യാതിരിക്കുന്നു, അച്ഛന്റെ എക്സ്റേ എടുക്കണം, അച്ഛനെ സ്കാൻ ചെയ്യണം, അതീവ ഗുരുതരമാണ് സംഭവം എന്ന് പറയാണ് ഡോക്ടറോട്. ഡോക്ടർ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ കൈയും കെട്ടിയിരിക്കണം, അച്ഛൻ മിണ്ടുന്നില്ല. അപ്പൊ ഡോക്ടർ പതുക്കെ അച്ഛന്റെ കയ്യുമ്മ പിടിച്ചിട്ട്, അച്ഛാ ഇവിടെ വേദനയുണ്ടോ എന്ന് ചോദിക്കുക. അച്ഛൻ മിണ്ടുന്നില്ല. പുറയുന്നുള്ളവർ പറയും ഭയങ്കര വേദനയാണ് ഡോക്ടറെ. അച്ഛൻ മിണ്ടുന്നില്ല. ഡോക്ടർ അച്ഛന്റെ വയറ്റത്ത് ഞെക്കിയിട്ട് ചോദിച്ചു ഇവിടെ വേദനയുണ്ടോ? പുറകിന്നുള്ളവരാ പറയണം ഭയങ്കര വേദനയാണ് ഡോക്ടറെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ കൂടെ വന്നവരൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. അങ്ങനെ കൂടെ വന്നവരെല്ലാം പുറത്ത് നിർത്തി അച്ഛനോട് ഡോക്ടർ പേഴ്സണലി സംസാരിച്ചു. എന്താ സംഭവിച്ചത്? ആ ഡോക്ടറോട് അച്ഛൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എന്നെ ആരും ഉപദ്രവിച്ചില്ല, എന്നെ പതുക്കെ അവിടെ കൊണ്ടുപോയിരുത്തി സംഗീതത്തിൽ ചെന്നൊരു കസേര തന്ന് കസേരയിൽ ഇരുത്തി, വേറൊന്നും സംഭവിച്ചില്ല. അച്ഛന് പിന്നെ എന്താ വിഷമം? അല്ല, എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോഴുള്ള ഒരു ചെറിയ അസ്വസ്ഥത എനിക്കുണ്ട്, അത്രയല്ലേ ഉള്ളൂ. 2 ബ്രോസിനോ മറ്റോ എഴുതി കൊടുത്ത ഒരു സ്ലിപ്പാണ് പുറത്തേക്ക് വിട്ടത്, നിങ്ങൾ കണ്ടില്ലേ? വേറൊന്നും സംഭവിച്ചില്ല. പക്ഷേ ലോകം മുഴുവനും പ്രചാരണം നടന്നത് എന്താണ്? അത് കഴിഞ്ഞ് പോയ ഒരാശുപത്രിയിലും അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തില്ല. അദ്ദേഹം മുട്ടുചിറയിലെ സെയിന്റ് ജോർജ് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായി. അവിടെ മെത്രാന്മാര് കാണാൻ ചെല്ലുന്നു, ബാക്കിയുള്ള മനുഷ്യർ കാണാൻ ചെല്ലുന്നു, വിശുദ്ധനാക്കുന്നു. എന്താ? പാലയിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾ വന്ന് നമ്മൾക്ക് സംരക്ഷണം തരാൻ പോകുന്നു. പാലയിലും ചങ്ങനാശ്ശേരിയിലുമുള്ള അൽമായരോട് പറയാ, നിങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷണം തരാൻ വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മെത്രാൻ മന്ദിരത്തിന്റെ മുന്നിൽ പ്രതിഷേധം നടത്താനുള്ള ആർജവമുള്ള അൽമായ മുന്നേറ്റമാണ് ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതേ ഇല്ലെന്ന്. ഞങ്ങൾ അങ്ങോട്ട് വരാം. കാണാൻ കേൾപ്പുണ്ടെങ്കിൽ വന്ന് കാണാം. പ്രിയമുള്ളവരെ, വല്ലാത്തൊരവസ്ഥയിൽ നമ്മളെക്കുറിച്ച് മഹാമോശമായ പ്രചാരണങ്ങൾ ചുറ്റിനും നടക്കുന്നതിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ നടുവിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. ഇതാണ് പ്രചാരണം, ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മളെങ്കിലും തിരിച്ചറിയണ്ടേ? അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ മാസം 12-ാം തീയതി കരാറുണ്ടാക്കി, ഈ മാസം ഇതാ 10-ാം തീയതി ആകുന്നു, 9-ാം തീയതി ആയി, 10-ാം തീയതി ആകുന്നു, ഇതുവരെ ചർച്ചകളൊന്നും നടന്നില്ലേ? ഒരു പരിഹാരത്തെക്കുറിച്ചും ആലോചിച്ചില്ലേ? പലരുമായിട്ടും പാമ്പ്ളാനി മെത്രാൻ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്ന സമയത്തൊക്കെ പാമ്പ്ളാനി മെത്രാൻ ഒരു കാര്യത്തിൽ വല്ലാത്ത ബ്ലോക്കാണ്. എന്താണെന്നറിയാമോ? നിലവിലുള്ള കൂരിയയെ പുറത്താക്കാൻ പറ്റില്ല. നിലവിലുള്ള കൂരിയയെ പുറത്താക്കണമെങ്കിൽ സിനഡ് സമ്മതിക്കണമെന്നാണ് പാമ്പ്ളാനി മെത്രാന്റെ ന്യായം. ഏതെങ്കിലും ഒരു അതിരൂപതയുടെ കൂരിയയെ സിനഡ് നിശ്ചയിക്കുന്നതായി ജീവിതത്തിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോ അച്ഛന്മാരെ? സിനഡാണോ തീരുമാനിക്കുന്നത്? ആ അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പാണ് തീരുമാനിക്കുന്നത്. ആ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് തീരുമാനിക്കേണ്ടത് മാറ്റണോ വേണ്ടയോ എന്ന്. കൂരിയയെ പൂർണ്ണമായും മാറ്റണമെന്നുള്ള ഒരു ആവശ്യം നമ്മൾ ഉന്നയിക്കുകയും അത് സമ്മതിച്ചെഴുതി ഒപ്പിടുകയും പാമ്പ്ളാനി മെത്രാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുക്കേണ്ട ഉത്തരവാദിത്തം അതേ മെത്രാന്മാർക്കാണ്. അത് നിങ്ങളുടെ മെത്രാന്മാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ തട്ടിൽ മെത്രാനോടും പാമ്പ്ളാനി മെത്രാനോടും ഒന്ന് പറയാം, കൂരിയയെ നീക്കം ചെയ്യാൻ നിങ്ങൾക്കാകുന്നില്ലെങ്കിൽ വേണ്ട, അൽമായ മുന്നേറ്റത്തിന് അതിനുള്ള ശക്തിയുണ്ട് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് പൊളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലാണോ ഈ 3-4 കൂരിയാകുന്നത്? അതൊക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. നമ്മൾ
സാഹചര്യത്തിനകത്ത് ഉണർന്ന് നിൽക്കണം. നിങ്ങൾ ഒരൊറ്റ കാര്യമാണ് ജോയിസച്ചൻ്റെ പ്രസംഗത്തിലുടനീളം ജോയിസച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടുത്തെ എംപ്ലോയിയെ പുറത്താക്കാൻ വേണ്ടി പോലും ഈ അതിരൂപതയുടെ ആളുകളല്ല, പോലീസുകാർ തീരുമാനിക്കുന്നു പോലും. എങ്ങനെയാണ് പോലീസുകാർക്ക് അത് തീരുമാനിക്കാനാവുക? നമ്മുടെ അതിരൂപതയിലെ പള്ളിയിലെ കുർബാന നടക്കണം, നമ്മുടെ അതിരൂപതയിലെ പള്ളിയിൽ ജനാഭിമുഖ കുർബാന വേണമോ, 50-50 കുർബാന വേണമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പ്രിയപ്പെട്ട പോലീസുകാരാ, നിങ്ങളെ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടില്ല. അത് തീരുമാനിക്കാൻ ആർജവമുള്ള വിശ്വാസികൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട്, പ്രത്യേകിച്ച് ചേർത്തലയിലും. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചേർത്തലയിലെ ഒരു പള്ളിയിൽ ഈ ആൻഡ്രൂസ് താഴത്ത് മെത്രാൻ എന്തോ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെരുപ്പ് ഇവിടെ കാണാതെ പോയി. ആ തണ്ണീർമുക്കത്താണ് അദ്ദേഹം ഇപ്പോഴും ആ ചെരുപ്പ് അന്വേഷിച്ച് നടക്കാമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ആ ചൂട് അവർ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം സത്യമാണ് എന്നുണ്ടെങ്കിൽ, അത് സത്യമാണ് എന്ന് ഈ മെത്രാന്മാരെല്ലാവരും സമ്മതിക്കുന്നുണ്ടെങ്കിൽ, അത് തിരുത്താനുള്ള ആർജവത്വം കാണിക്കേണ്ടത് അവർ തന്നെയാണ്. നമുക്കാർക്കും തിരുത്താനാവില്ല. അവർ തെറ്റ് ചെയ്താൽ അവർ തിരുത്തണം. അവർ തിരുത്തിയില്ലെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് തിരുത്തിക്കും. അത്രയുള്ളൂ. അവർ തിരുത്തണം. അവർ തിരുത്തണമെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഈ കാലം അത്രയും. നയനിലവൻ എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. നിങ്ങൾ ഗൂഗിളിലൊക്കെ നയനിലവൻ എന്ന് അടിച്ചു കൊടുത്താൽ ഒരു കാര്യം മനസ്സിലാവും. അത് അമേരിക്കയിലെ ട്വിൻ ടവർ ഭീകരാക്രമണത്തിൽ തകർത്ത ദിവസമാണ് സെപ്റ്റംബർ മാസം 11-ാം തീയതി. അതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 21 വൈദികർക്കെതിരെ പോലീസിന്റെ കിരാതവാഴ്ച നടന്ന ദിവസമാണ് 1/11 ജനുവരി മാസം 11-ാം തീയതി. ആ കിരാതവാഴ്ച നടക്കുമ്പോൾ പോലീസ് ഈ 21 വൈദികരെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ 21 വൈദികരും പോലീസിനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ പെർമനന്റ് അഡ്രസ്സിലാണ്, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, ഞാൻ ഈ വീട്ടിലെ അംഗമാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. പോലീസ് തിരിച്ചു പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ വീട്ടിലെ മക്കളാണെങ്കിൽ നിങ്ങളുടെ അപ്പനാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടേക്കുന്നത്. നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്ന അദ്ദേഹമാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളെ വലിച്ചു പുറത്താക്കണമെന്ന്. ഈ സംഭവം കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോ ഒരു മനുഷ്യൻ എന്നെ ഫോൺ ചെയ്തു. ഫോൺ ചെയ്ത മനുഷ്യൻ ആര് എന്തൊന്നും പറയുന്നില്ല. അയാൾ പറഞ്ഞു, ഞാൻ കേരള പോലീസിലെ ഒരു പോലീസുകാരനാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ വഴിനീളെ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു, ഞങ്ങളെ ശപിച്ച് സംസാരിക്കുന്നു, ഞങ്ങൾ വൈദികരെ ആക്രമിച്ചെന്ന് പറയുന്നു. നിങ്ങൾ ആലോചിക്കണം, ഞങ്ങൾ വെറും ജോലിക്കാരാണ്, ഞങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചൊരൊറ്റ കാര്യം ഇതാണ്: രാജൻ പുന്നക്കൽ എന്ന് പറയുന്ന ഒരു വൈദികന്റെ വസ്ത്രം വലിച്ചു കീറി എന്ന് പറഞ്ഞ്, തിരുവസ്ത്രം വലിച്ചു കീറി എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. എനിക്കൊരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ, അദ്ദേഹത്തിന്റെ വസ്ത്രം കീറിയ പോലീസുകാരന് അദ്ദേഹത്തെ മുൻപരിചയമുണ്ടോ? അദ്ദേഹത്തിന്റെ വസ്ത്രം കീറിയ പോലീസുകാരൻ അദ്ദേഹത്തിന്റെ മുൻപരിചയമില്ല. അദ്ദേഹത്തെ തല്ലിച്ചതയ്ക്കാൻ തോന്നിക്കാൻ അദ്ദേഹത്തെ മർദ്ദിച്ച പോലീസുകാരന് മുൻപരിചയമില്ല. ആ പോലീസുകാരന് ഒരാജ്ഞ കിട്ടിയിരുന്നു, ഈ 21 വൈദികരിൽ 2 വൈദികരെ തല്ലിച്ചതയ്ക്കണമെന്ന ആജ്ഞ കിട്ടിയിരുന്നു. അതിലൊന്ന് രാജൻ പുന്നക്കൽ അച്ഛനായിരുന്നു. മറ്റേ അച്ഛനെ അവർക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റിയില്ല. രാജൻ പുന്നക്കൽ അച്ഛനെ ചൂണ്ടിക്കാണിച്ചിട്ട് കൊടുത്തത് ACP ജയകുമാറാണ്. കാരണം ACP ജയകുമാറിനെതിരെ രാജൻ പുന്നക്കൽ അച്ഛൻ ഒരാഴ്ച മുമ്പ് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് അദ്ദേഹം ചോദിക്കാൻ, രാജൻ പുന്നക്കൽ അച്ഛനെയും മറ്റേ വൈദികനെയും തല്ലിച്ചതയ്ക്കണമെന്ന് ഉത്തരവ് കിട്ടിയ പോലീസുകാർക്ക്
ഇവരെ തല്ലിച്ചതയ്ക്കാൻ മനസ്സില്ലാതിരുന്നത് കൊണ്ട്, ഒരു വൈദികനെ ആയതുകൊണ്ട് എടുത്തടിക്കാൻ മനസ്സില്ലാതിരുന്നത് കൊണ്ട് ഉടുപ്പൊക്കെ വലിച്ചു കയറി ഒരു സീനുണ്ടാക്കിയ ഒഴിവായതാണ്. ആ പോലീസുകാരൻ കാണിച്ച മാന്യതയെങ്കിലും നിങ്ങളുടെ ബിഷപ്പുമാർ കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊരു പോലീസുകാരൻ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ പോലീസുകാരൻ കാണിച്ച മാന്യത. ഞങ്ങൾ ഈ ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയെ കണ്ടപ്പോ പാംപ്ലാനി മെത്രാനോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചർച്ചകളല്ല, ആദ്യം ചെയ്യേണ്ടത് ജനുവരി മാസം 11-ാം തീയതിയിലെ 1-11 ആ പോലീസ് അട്രോസിറ്റിയെ നിങ്ങൾ അധിക്ഷേപിച്ച് സംസാരിക്കണം, നിങ്ങൾ അപലപിക്കണം. പാംപ്ലാനി മെത്രാൻ പറഞ്ഞത് അത് ചെയ്യാൻ പറ്റില്ല, കാരണം പോലീസുകാരോട് അങ്ങനെ പറഞ്ഞത് മെത്രാന്മാരാണ് പോലും. എൻ്റെ മെത്രാൻ യൂണിയൻ പറഞ്ഞത് അത് എനിക്ക് തിരുത്തി പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ മെത്രാന്മാരുടെ കമ്മ്യൂണിയനോടൊപ്പം നിന്ന് പ്രവർത്തിക്കൂ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ വൈദികരെ തല്ലിച്ചതയ്ക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആത്മായ മുന്നേറ്റവും ജനുവരി 11-ന് ശേഷമുള്ള ആത്മായ മുന്നേറ്റവും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ അപലപിക്കാത്തിടത്തോളം കാലം ഒരു ചർച്ചകളുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മെത്രാന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെയല്ലേ വേണ്ടത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെയല്ലേ? അല്ലേ? നമ്മുടെ 21 വൈദികരെ തല്ലിച്ചതയ്ക്കാൻ ആരാണ് കമാൻഡ് കൊടുത്തത്, പോലീസുമായി ഒത്താശ ചെയ്തു കൊടുത്തത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരം ഞങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്നിടത്തോളം കാലം സിനഡിലെ ഓരോ ബിഷപ്പുമാർക്കും ഉണ്ട് എന്ന് നമ്മൾ തറപ്പിച്ച് പറയുകയാണ്. അവർ അത് കണ്ടുപിടിക്കണം, തിരുത്തണം. അത് തിരുത്താത്തിടത്തോളം കാലം അവരുമായി സഹകരിക്കാൻ നമ്മൾ തയ്യാറാവില്ല തന്നെ. പ്രിയപ്പെട്ട വൈദികരോട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ 21 പേർ ഏറ്റ ഓരോ അടിയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഓരോ അൽമായന്റെയും ചങ്കത്തേറ്റടിയാണ്. ഞങ്ങൾ വല്ലാതെ നൊമ്പരപ്പെടുന്നുണ്ട്. നിങ്ങൾ ഓരോ വൈദികരും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ്, ഞങ്ങളുടെ സഹോദരരാണ്. അതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാന്മാർ, അതിരൂപത അധ്യക്ഷനടക്കം മെത്രാപ്പോലിത്തൻ വികാരി അടക്കമുള്ള മെത്രാന്മാർ ഈ പോലീസ് നടപടിയെ അപലപിച്ച് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ യാതൊരുവിധ ചർച്ചകളിലും മുമ്പോട്ട് പോകരുത് എന്ന് വൈദിക സമിതിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരൊറ്റ കാര്യം കൂടി ഞങ്ങൾ പറയുകയാണ്. കൂരിയയെ പുനഃസംഘടിപ്പിക്കലല്ല നമ്മുടെ ആവശ്യം, മറിച്ച് ഒന്നുപോലും അവശേഷിക്കാതെ കൂരിയയിലുള്ള 5 പേരെയും പുറത്താക്കാതെ അൽമായ മുന്നേറ്റം പിന്നോട്ടില്ല. ഒന്നുപോലും അവശേഷിപ്പിക്കാനാവില്ല. മോശയുടെ അടുക്കൽ ഫറവോയുടെ അടുക്കൽ നെഗോസിയേഷന് പോകുന്ന ഒരു ഭാഗമുണ്ട്. പുറപ്പാടിന്റെ പുസ്തകത്തിലാണ്. അതൊന്ന് വായിച്ചു നോക്കണം അച്ഛന്മാർ. ഫറവോ പലവട്ടം പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആദ്യം പറയുന്നു, നിങ്ങളുടെ സ്ത്രീജനങ്ങളെ ഇവിടെ വിട്ടേച്ചു പോകും. പിന്നെ പറയുന്നു, കുട്ടികളെ വിടൂ. പിന്നെ ആടുമാടുകളെ വിടൂ എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം മോശ പറയുന്ന ഒരു വാചകമാണ്, അങ്ങനെയല്ല, ഞങ്ങൾ അപ്പാടെ തിരിച്ചുപോയി ദൈവത്തെ ആരാധിക്കണം, ഒന്നുപോലും ഇവിടെ ശേഷിച്ചുകൂടാ. അതേ മട്ടിൽ നമ്മൾ പറയാണ്, കൂരിയെ പൂർണ്ണമായി എടുത്ത് കളയണം, ഒന്നുപോലും അവിടെ ശേഷിച്ചുകൂടാ എന്നുള്ളത്. കൂരിയെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് 2 മിനിറ്റ് കൂടി പെട്ടെന്ന് ചേർത്തലയിലെ കാര്യം തന്നെ ഓർമ്മ വരികയാണ്. പണ്ട് ഈ ഭൂമി കുംഭകോണമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഈ അതിൻ്റെ തുടക്ക സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും പോയി ഞങ്ങളിങ്ങനെ ഇതിനെ വിശദീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടെ അത് വിശദീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ജോസഫ് ആന്റണിയുടെ മറ്റേ വീട്ടിലാണ് ഞങ്ങളൊരു മീറ്റിംഗ് കൂടിയത്. നമുക്ക് പരിചയമില്ലാത്ത കുറേ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മീറ്റിംഗ് കൂടിയപ്പോൾ ഞാൻ ജോഷി കുറുവ എന്ന് പറയുന്ന വൈദികനെ കുറിച്ച് സംസാരിക്കുകയാണ്. ആ വൈദികരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ജോഷി പുതുവയെ പറ്റി നിങ്ങൾ സംസാരിക്കണ്ട, ജോഷി പുതുവ ഞങ്ങളുടെ ചേർത്തലായാലും ഉണ്ടായിരുന്ന ആളാണ്, ഞങ്ങൾക്കറിയാം.
അപ്പം ഞാൻ വിചാരിച്ചെന്തോ ഉടക്കാനാണ്. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്തായി? അപ്പം അദ്ദേഹം എന്നോട് പറയാറ്, ഞാനിവിടെ നൈപുണ്യ സ്കൂളിൽ സ്ഥിരമായിട്ട് കല്ലടിച്ചുകൊണ്ടിരുന്ന ലോറിക്കാരനാണ്. ലോറിക്ക് കല്ലടിക്കുക. അപ്പം ഞാൻ ഈ ലോറിക്ക് കല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നൊരു ലോറിക്ക് 1200 രൂപ 1300 രൂപ കണ്ടാണ് കല്ലിൻ്റെ ചാർജ്. കല്ലടിച്ചു കഴിഞ്ഞപ്പോൾ കല്ലിൻ്റെ കാശ് കിട്ടുന്നില്ല. കാശ് കിട്ടാതെ ആയപ്പോൾ ഈ പലവട്ടം കയറി ഇറങ്ങണം നടന്ന് കണ്ടപ്പോൾ ഈ ജോഷി കുറുവയ്ക്ക് അന്ന് ഇവിടെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. ഏതോ ഒരു സ്ത്രീ, ആരാ സ്നേഹ എന്ന പേര് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ എന്തോ ഒരു പേര്, ഒരു സെക്രട്ടറി. ഈ സെക്രട്ടറി വിളിച്ചിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, കാശ് കിട്ടാൻ ഇനി പെട്ടെന്ന് കാശ് കിട്ടാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി തരാം. ചേട്ടൻ്റെ കല്ലിൻ്റെ ചാർജ് എത്രയാണ്? 1200 രൂപ. ചേട്ടൻ നാളെ ഒരു ലോറിക്ക് 2400 രൂപ വെച്ച് ബില്ലെഴുതി തന്നാൽ അപ്പം കാശ് ശരിയാക്കിയിരിക്കണം. നല്ല കറക്റ്റ് മനുഷ്യനാണ്. പ്രൊക്കുറേറ്റർ ആകാൻ പറ്റിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? അദ്ദേഹം ഇപ്പം ആരാണ്? അദ്ദേഹം ഇപ്പം ചാൻസലറാണ്. ചാൻസലർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ രേഖാലയത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ്. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള സകല രേഖകളും ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണ്. കർദിനാൾ ആലഞ്ചേരി വിചാരണ നേരിടാൻ പോവുകയാണ്. അങ്ങനെ വിചാരണ നേരിടാൻ പോകുമ്പോൾ ഒരു രേഖ കോടതിക്ക് ചോദിക്കണമെങ്കിൽ ആരോട് ചോദിക്കണമെന്നറിയാമോ? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചാൻസലറോട് ചോദിക്കണം. ആ ചാൻസലർ ആ കേസിലെ 2ാം പ്രതിയാണ്. പ്രതിയോട് തെളിവ് ചോദിക്കാൻ ഒരു കോടതിക്ക് പറ്റുമോ? അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇന്ന് കോടതി. പ്രതിയോട് തെളിവ് ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രതിയുടെ കയ്യിലാണ് സകല രേഖകളും. അത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക സമയങ്ങളിൽ ധീരമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് ഞാൻ നിർത്താം. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കണം. നമ്മുടെ 21 വൈദികർ അപായപ്പെടും വിധം പോലീസിനാൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ആ പോലീസുകാരൻ നമ്മളോട് പറഞ്ഞത് സർക്കാർ നിങ്ങളോടൊപ്പം അല്ലെന്നാണ്. അതായത് LDF സർക്കാർ നമ്മളോട് കൂടെ അല്ല. ഞാൻ അന്ന് ചോദിച്ചത്, LDF സർക്കാർ നമ്മുടെ കൂടെ അല്ലെങ്കിൽ LDF സർക്കാരിന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 6.5 ലക്ഷം വിശ്വാസികളെ വേണ്ട എന്ന് പ്രഖ്യാപിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കി പ്രഖ്യാപിക്കുക. നാളെ LDFന്റെ ഒരു MLA പോലും നമ്മുടെ ഈ വിസിനിറ്റിയുടെ അകത്ത് ജയിക്കില്ല എന്ന് ഉറപ്പാക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് എന്നാണ്. നമ്മളൊരു രാഷ്ട്രീയ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നോക്കുക. പ്രതിപക്ഷം മെത്രാന്മാരെ കണ്ട് മുട്ടിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള പാർട്ടികൾ. അതിനിടയിലാണ് അൻവർ സാദത്തും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുമൊക്കെ ഒരു പ്രസ്താവന ഇറക്കിയത്. ആ പ്രസ്താവന ഇറക്കി അവിടെ വെച്ച് തീർന്നുപോയി. ആ പ്രസ്താവന ഇറക്കിയതിന്റെ പിറ്റേ ദിവസം അൻവർ സാദത്തിനെ ഞാൻ വിളിച്ചപ്പോ അൻവർ സാദത്ത് എന്നോട് പറയാ, നിങ്ങളുടെ മൗണ്ട് സെന്റ് തോമസിൽ നിന്ന് വടക്കേക്കര എന്ന് പറയുന്ന ഒരു അച്ഛൻ വിളിച്ചു. ആ അച്ഛൻ വിളിച്ചിട്ട് ഒരു MLA-യുടെ ഇടയ്ക്ക് ഒരു അന്ത്യശാസനം കൊടുത്തു. നാളെ വൈകുന്നേരം 7 മണിക്കുള്ളിൽ ഈ പ്രസ്താവന തിരുത്തിക്കോണം. അല്ല, ഈ മൗണ്ടിലിരിക്കുന്ന അച്ഛന്മാരുടെയൊക്കെ വിചാരം എന്താ? ഈ MLA-ക്ക് ഒരു അന്ത്യശാസനം കൊടുക്കാമെങ്കിൽ പിന്നെ അച്ഛന്മാർക്ക് ഷോക്കോസ് നോട്ടീസ് കിട്ടിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇതൊന്നും വലിയ കാര്യമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കണം കേട്ടോ. ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. ഇത്ര ദാരുണമായൊരു സംഭവം ഇവിടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായിട്ട് നിയമസഭാ സമ്മേളനത്തിൽ അതിനെക്കുറിച്ചൊരു ചർച്ച പോലും ഇല്ലാതെ പോകുന്നത് പ്രതിപക്ഷം നമ്മോട് കാണിക്കുന്ന വലിയ അവഗണനയാണ്. അതുകൊണ്ട് നമ്മളൊരു ശക്തിയാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ രാഷ്ട്രീയ നേതൃത്വം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ രാഷ്ട്രീയ ശബ്ദമായി മാറാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ താക്കീത് കൊടുക്കേണ്ടി വന്നാൽ താക്കീത് കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ഓർമ്മിപ്പിക്കുകയാണ്. അവരൊരൊറ്റ കണക്കാലോചിച്ചാൽ മതി. ഇന്നലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ 15ഓളം നിയമസഭാ സ്ഥാനാർത്ഥികൾ AAPയുടെ നിയമസഭാ സ്ഥാനാർത്ഥികൾ തോറ്റത്
കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അവിടെ നിന്നതുകൊണ്ടാണത്രേ 15ഓളം പേർ തോറ്റത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അവിടെ നിന്നതുകൊണ്ടാണ്. അവർ കുറച്ച് വോട്ടുകളെ പിടിച്ചുള്ളൂ. പക്ഷേ AAPയുടെ സ്ഥാനാർത്ഥികൾ തോറ്റുപോയി. എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള 10-12 നിയോജക മണ്ഡലങ്ങളിൽ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കരുത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുണ്ട് എന്ന് രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ ഇനിയും പോലീസുമായി ഞങ്ങളെ കൈകാര്യം ചെയ്യാനാണ് തീരുമാനമെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ട സമയത്ത് നമ്മൾ തീരുമാനിക്കും. നിങ്ങൾ ഇത്രയും ശുഷ്കാന്തിയോടുകൂടി ഈ വലിയ സമ്മേളനം സംഘടിപ്പിച്ചതിന് എല്ലാവിധ ഭാവുകങ്ങളും നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.